الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ മഹത്വമാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹജ്ജ് കർമ്മത്തിന് പ്രാരംഭം കുറിക്കുന്ന ദിവസങ്ങൾ എന്നത് തന്നെയാണ് ഈ 10 ദിനങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രഖ്യാപനത്തിൻ്റെ, ഒരു വിളംബരത്തിൻ്റെ പ്രതിധ്വനിയാണ് ഹജ്ജ് കർമ്മം. ഇബ്രാഹിം നബി സ്വോദ്ദേശപ്രകാരം നടത്തിയ ഒരു കാര്യമായിരുന്നില്ല ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം, മറിച്ച് അള്ളാഹുവിൻ്റെ ആഹ്വാനപ്രകാരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വിളംബരമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആനിലെ വചനം. അള്ളാഹു പറയാൻ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഓ ഇബ്രാഹിം, ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വേണ്ടി നീ വിളംബരം ചെയ്യുക. യഅതൂക റിജാലാ, നടന്നുകൊണ്ടെങ്കിലും അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വരും. അവർക്ക് സാധ്യമായ രീതിയിൽ അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വരും എന്നർത്ഥം. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വഅലാ കുല്ലി ളാമിരിൻ, അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്താണെങ്കിലും അവർ വരും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, യഅതീന, അവർ വരിക തന്നെ ചെയ്യും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂരമായ പ്രദേശങ്ങളിൽ നിന്നും മലമ്പാതകൾ താണ്ടിക്കൊണ്ടവർ വരും, നടന്നുകൊണ്ടവർ വരും. ഒട്ടകപ്പുറത്ത്, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടെങ്കിലും നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത ആളുകൾ വരും. അതുകൊണ്ട് ഓ ഇബ്രാഹിം, ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് നീ വിളംബരം ചെയ്യുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കൽപ്പന പ്രകാരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ആഹ്വാനം. മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറയാണ്, വഖാല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഫീ ഹാദൽ വഖത്ത്, ഈ സമയത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബ് വകൈഫ ഉബല്ലിഗു നാസ്, പടച്ചവനെ, ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തിക്കുക? ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ആളുകൾ അത് എങ്ങനെ കേൾക്കാനാണ്?
ഞാൻ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക? വസൗതി ലാ യസ്ലു ഇലൈഹിം, എന്റെ ശബ്ദം അവരിലേക്ക് എത്തുകയില്ലല്ലോ. ഫഖീൽ, അപ്പോൾ പറയപ്പെട്ടു, നാദ്, നീ വിളിക്കുക, നാദ്. വഅലൈനൽ ബലാഗ്, എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അല്ലാഹു പറഞ്ഞു ആ ഘട്ടത്തിൽ, നീ വിളിക്കുക, എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. ഫഖാമ അലാ മഖാമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഖാമു ഇബ്രാഹിമിൽ നിന്നു. വഖാൽ, എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വിശദീകരണമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഖാമു ഇബ്രാഹിമിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അമറക്കും ബിഹജ്ജി ഹാദൽ ബൈത്ത്, നിശ്ചയം അല്ലാഹു തആല ഈ ആലയം സന്ദർശിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ലിയുസീബകും ബിഹിൽ ജന്ന വയുജീറകും മിൻ അദാബിൻ നാർ, അതിലൂടെ നിങ്ങൾക്ക് സ്വർഗം നൽകാൻ, അതിലൂടെ നിങ്ങൾക്ക് നരകമുക്തി നൽകാൻ അല്ലാഹു തആല ഈ ആലയം സന്ദർശിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഫഹജ്ജൂ, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണേ, നിങ്ങൾ ഈ ആലയം തീർത്ഥാടനം നടത്തണേ, നിങ്ങൾ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വരണേ. ഈ ഘട്ടത്തിൽ ഇന്നൽ ജിബാല തവാദഅത്, നിശ്ചയം പർവ്വതങ്ങൾ വിനയാന്വിതരായി. പർവ്വതങ്ങൾ ആ ശബ്ദം ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് എത്താൻ താഴ്ന്നു കൊടുത്തു. അത് ആലങ്കാരികമായ പ്രയോഗമാവാം, പക്ഷേ അല്ലാഹു തആല ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് മുഴുവൻ ആ ശബ്ദം, ആഹ്വാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്നാണ്, സജ്ജമാക്കി പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ. ഇന്നൽ ജിബാല തവാദഅത്, നിശ്ചയം പർവ്വതങ്ങൾ അത് താഴ്ന്നു കൊടുത്തു, വിനയാന്വിതരായി. ഹത്താ ബലഗ സൗതു, അങ്ങനെ ശബ്ദം എല്ലായിടത്തും എത്തുന്നതുവരെ. وأجابه من كان في أصلاب الرجال وأرحام النساء وأجابه, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിളിയാളത്തിന് ഉത്തരം നൽകി. മൻ കാന ഫി അസ്ലാബി الرجال, പുരുഷന്മാരുടെ പിതാക്കന്മാരുടെ മുതുകുകളിലുള്ള ആത്മാക്കൾ ഉത്തരം നൽകി. വഅർഹാമിൻ നിസാ, സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളുള്ള ആത്മാക്കൾ ഉത്തരം നൽകി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിളിയാളത്തിന്. വമൻ കതബല്ലാഹു അയ്യഹുജ്ജ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു തആല വിധിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയ ആളുകൾക്കാണ് പോകാൻ തോന്നുന്നത്. അവരാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഹജ്ജിനും ഉംറക്കുമൊക്കെയായി. ഉംറ നിർവഹിച്ചാലും ഹജ്ജ് ബാധ്യതയുണ്ട് സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ. പക്ഷെ അത് പോകാൻ തോന്നുന്നത് എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിളിക്ക് നമ്മൾ അന്ന് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കേ തോന്നൂ. അല്ലാത്തവർക്ക് എത്ര പണമുണ്ടായിട്ടും എത്ര സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒത്തുവന്നിട്ടും ഹജ്ജ് ചെയ്യണമെന്നൊരു ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് വരില്ല. കാരണം അവരാ വിളിയാളത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ദൗർഭാഗ്യവാന്മാരാണ്. സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങളിലേക്ക് പ്രവേശിച്ച് അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 തന്നെ നമ്മുടെ ഹാജിമാർ ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിക്കുകയാണ്. ആദ്യ 10 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യ 10 ദിനങ്ങളിലാണ് ഹജ്ജിന്റെ സുപ്രധാനമായ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇന്നത്തോടുകൂടി ഹജ്ജിന്റെ സുപ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇന്ന് ദുൽഹജ്ജ് 8 യൗമുത് തർവിയ എന്നാണ് ദുൽഹജ്ജ് 8 സംബന്ധിച്ച് പറയുന്നത്. ഹജ്ജിന്റെ കർമ്മശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ യൗമുത് തർവിയ. ഇന്ന് ഹാജിമാർ തൽബിയത്ത് ചൊല്ലി മക്കയിൽ നിന്ന് മിനയിലേക്ക് പോകുന്നു. യൗമുത് തർവിയ എന്നീ ദിവസത്തിന് പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? പല കാരണങ്ങളുമുണ്ട്. ജനങ്ങൾ ഈ ദിവസങ്ങളിൽ സംസവും മറ്റു ജലങ്ങളുമെല്ലാം കുടിച്ചുകൊണ്ട് അവരുടെ ദാഹം തീർക്കുമായിരുന്നു. സംസം ജലം കുടിച്ചുകൊണ്ട്, മറ്റു വെള്ളം കുടിച്ചുകൊണ്ട് ധാരാളമായി വെള്ളം കുടിച്ചുകൊണ്ട് അവരുടെ ദാഹം തീർക്കുമായിരുന്നു. കാരണം മിനയിൽ വെള്ളം അക്കാലത്ത് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദാഹം തീർക്കുന്ന ദിനം ധാരാളം സംസം വെള്ളവും മറ്റു ജലവും കുടിച്ചുകൊണ്ട്
ദാഹം തീർക്കുന്ന ദിനം എന്ന അർത്ഥത്തിലാണ് യൗമുത് തർവിയ എന്ന് ഇന്നത്തെ ദിനത്തിന്, അതായത് ദുൽഹജ്ജ് 8 സൗദി അറേബ്യയിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹജ്ജ് 7 ദുൽഹജ്ജ് 8 യൗമുത് തർവിയ എന്ന പേര് ലഭിക്കാനുള്ള ഒരു കാരണം അതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് തന്റെ പുത്രനെ അള്ളാഹുവിനെ സമർപ്പിക്കാനുള്ള സ്വപ്ന ദർശനമുണ്ടായത് ഇന്നത്തെ ദിനത്തിന്റെ രാത്രിയിലാണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിനത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 8 രാവിൽ, ഇന്നലെ എന്ന് വേണമെങ്കിൽ ഇന്നലെ കടന്നുറങ്ങിയപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് തന്റെ പുത്രനെ ബലി നൽകാനുള്ള ദർശനമുണ്ടായത് സഹോദരങ്ങളെ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ഒരാശങ്കയുണ്ടായിരുന്നു. ഇത് കേവലം ഒരു പേക്കിനാവാണോ, അതോ ഇത് ശരിയായിട്ടുള്ള ഒരു ദിവ്യബോധനത്തിന്റെ ഭാഗമാണോ? അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ആത്മവിചിന്തനം നിരന്തരമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു, സ്വയം ധാരാളമായി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇത് പേക്കിനാവാണോ അതോ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനമാണോ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചുകൊണ്ടേയിരുന്ന ചിന്താമഗ്നനായ ദിനം, അതാണ് യൗമുത് തർവിയയുടെ മറ്റൊരർത്ഥം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചുകൊണ്ടേയിരുന്ന ദിനം. ഇത് ശരിയായിട്ടുള്ള ഒരു ദിവ്യബോധനമാണോ അതോ ഒരു പേക്കിനാവാണോ എന്നിങ്ങനെ ആവർത്തിച്ച് ആ ചിന്ത ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ മനസ്സിൽ അത് മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദിനത്തിന് യൗമുത് തർവിയ എന്ന പേര് ലഭിച്ചത് എന്നതാണ് വ്യാഖ്യാതാക്കൾ നൽകുന്ന മറ്റൊരു വിശദീകരണം സഹോദരങ്ങളെ, സഹോദരിമാരെ. പക്ഷേ ഈ ദിനത്തിന്റെ പകൽ വന്നുകൊണ്ട്, ഈ ദിനത്തിന്റെ പകൽ മുഴുവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചത് ഇതെന്താണ്, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്, ഇതിന്റെ വിശദീകരണം എന്താണ്, ഇങ്ങനൊരു സ്വപ്നം എന്തുകൊണ്ടുണ്ടാവുന്നു, എന്റെ പുത്രനെ ഇങ്ങനെ ചെയ്യാൻ ദൈവം തമ്പുരാൻ കൽപ്പിക്കുകയോ? അതൊരു പരീക്ഷണമാണ്, നമുക്കറിയാം. പുത്രബലിയല്ല അതിന്റെ ഉദ്ദേശമെന്ന് നമുക്കറിയാം. ആ ചിന്ത തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മനസ്സിൽ നിരന്തരമായിട്ട് വരുന്നത്. പക്ഷേ സഹോദരങ്ങളെ, അറഫാ ദിനം വന്നതോടുകൂടി അള്ളാഹുവിന്റെ ആജ്ഞ വന്നു. ഓ ഇബ്രാഹിം, കൽപ്പിച്ചത് നിന്നോടല്ലേ, ചെയ്തേക്കുക. എന്താ ചെയ്യാത്തത്? ചെയ്തേക്കുക. ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറഫാ ദിനത്തിൽ കൽപ്പന വരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ബോധ്യമായി ഇത് ശരിയായ ദിവ്യബോധനത്തിന്റെ വഹയിന്റെ ഭാഗമാണ്. അറഫാ ദിനം ആ കൽപ്പന ആവർത്തിച്ച ദിനമാണ്. അത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് പറഞ്ഞ ദിനമാണ് അറഫാ ദിനം. അറഫാ ദിനത്തിന് അതിൻ്റെ ഒരു പരിഭാഷ പറഞ്ഞാൽ തിരിച്ചറിവിൻ്റെ ദിനം എന്നുള്ളതാണ്. ധാരാളം തിരിച്ചറിവുകൾ മനുഷ്യർ നേടുന്ന ദിനമാണ് അറഫാ ദിനം എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ അറിയാം, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, നാളെയാണ് അറഫാ ദിനം. നാളെയാണ് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ദിനം എന്ന് പറയുന്നത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം, എല്ലാ കാലത്തും വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് അറഫാ ദിനത്തിന്. ജൂതന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു വചനം, നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു വചനം, ഞങ്ങൾ ജൂതമത വിശ്വാസികളുടെ മേലാണ് ആ വചനം അവതരിപ്പിച്ചതെങ്കിൽ ആ വചനമിറങ്ങിയ ദിനം ഒരാഘോഷ ദിനമായി ഞങ്ങൾ മാറ്റിയേനെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് നിങ്ങൾ ഈ പറയുന്ന വചനം? നിങ്ങളുടെ മേലാണ് അത് ഇറങ്ങിയതെങ്കിൽ നിങ്ങൾ ഒരു ആഘോഷ ദിനമായി മാറ്റുമെന്ന് പറഞ്ഞ വചനം ഏതാണ്? അവര് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു വചനം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആ വചനം, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് നാം പൂർണ്ണമായി തന്നിരിക്കുന്നു. അല്ലാഹു പറയാണ്, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ ദീനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, ഈ ദീനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം.
ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ വചനം, ആ വചനം ഞങ്ങളുടെ മേലാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അതിനെ ഒരു ആഘോഷ ദിനമായി മാറ്റിയേന എന്ന് ജൂതമത വിശ്വാസികൾ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, തീർച്ചയായിട്ടും ഖദ് അറഫ്നാ ദാലികൽ യൗം, ആ ദിനത്തിന്റെ മഹത്വം ഞങ്ങൾ നല്ലതുപോലെ അറിയുന്നു. നിശ്ചയം ഞങ്ങൾ നല്ലതുപോലെ അറിയുന്നുണ്ട് ആ ദിനത്തിന്റെ മഹത്വം. വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറങ്ങിയ സ്ഥാനവും ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് ആ വചനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറങ്ങിയത്. അതാണ് സഹോദരങ്ങളെ അറഫാ ദിനം. ആ ദിനത്തിന് മഹത്വമുണ്ട്, അത് നല്ലതുപോലെ ഞങ്ങൾ അറിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇറങ്ങിയത് അറഫാ ദിനത്തിൽ, ഒരു വെള്ളിയാഴ്ച ദിനത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടം മുതലേ അറഫാ ദിനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ മഹത്വം ഏതെങ്കിലും അർത്ഥത്തിൽ അറഫയിൽ നിൽക്കുന്നവരുടെ അതേപോലെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഏതെല്ലാം അർത്ഥത്തിലെങ്കിലും നമ്മളെല്ലാവരും അതിൻ്റെ ആ മഹത്വം അംഗീകരിച്ചുകൊണ്ട്, അതിനോട് ആദരവ് പുലർത്തിക്കൊണ്ട്, അതിനോട് താദാത്മ്യവും ഐക്യദാർഢ്യവും പുലർത്തിക്കൊണ്ട് ഇബാദാത്തുകളുമായി മുന്നോട്ട് പോവാൻ സജ്ജരാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തിനുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് വിശ്വാസി സമൂഹത്തിന് വർഷിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം പെരുന്നാൾ ദിനം മഹത്വമേറിയതാണ്. അതോടൊപ്പം തന്നെ അറഫാ ദിനം കൂടിയാണ് ശ്രേഷ്ഠമായ ദിനം. മാ മിൻ യൗമിൻ അക്സറു മിൻ അയ്യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തെക്കാൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന വേറൊരു ദിനവുമില്ല. അറഫാ ദിനത്തെക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന വേറൊരു ദിനവുമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ദുൽഹജ്ജ് 9-ാം ദിവസം, അതാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 9-ാമത്തെ ദിനമാണല്ലോ. അറഫായിൽ ഹാജിമാർ നിൽക്കുന്ന എവിടെയാണ് അറഫ? മക്കയിൽ നിന്ന് കിഴക്കോട്ട് 11 കിലോമീറ്റർ അകലെയുള്ള ഖുറനാ പർവ്വത നിരകൾ മുതൽ അറഫാ പർവ്വത നിരകൾ വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ മൈതാനിയാണ് അറഫാ മൈതാനി എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന് ചരിത്രപരമായ ധാരാളം സവിശേഷതകളുണ്ട്. ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. അതിൽ ചിലത് മാത്രം നമുക്ക് പറയാം, സമയം ഹ്രസ്വമായതുകൊണ്ട്. സ്വർഗത്തിൽ നിന്നും ആദം അലൈഹിസ്സലാമിയെ പുറത്താക്കിയതിനു ശേഷം ആദം നബി അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും തിരിച്ചറിഞ്ഞത് അറഫായിൽ വെച്ചായിരുന്നു. അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നതാണ് അതിൻ്റെ ഒരർത്ഥം. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ഒരാൾ തന്നെ അറിഞ്ഞാൽ തൻ്റെ രക്ഷിതാവിനറിയും. തൻ്റെ ദൗത്യം അറിഞ്ഞാൽ തൻ്റെ രക്ഷിതാവിനറിയും. തൻ്റെ ആത്മാവിനെ, തൻ്റെ ശരീരത്തെ അറിഞ്ഞാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. തന്നെ തിരിച്ചറിഞ്ഞാൽ തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിയാൻ അയാൾക്ക് സാധിക്കും. അറഫയുടെ ഒരർത്ഥം തിരിച്ചറിയുക. ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും പരസ്പരം തിരിച്ചറിഞ്ഞ ഇടമായിരുന്നു അറഫ എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അറഫ, തിരിച്ചറിവ് എന്നുള്ള ഒരു പ്രയോഗം നടത്തുന്ന ആ പ്രദേശത്തിന്. അറഫ എന്ന പദത്തിന്റെ അർത്ഥം തിരിച്ചറിവാകുമ്പോൾ ആ തിരിച്ചറിവിന് വിധേയമാകുന്ന ധാരാളം സംഗതികൾ അറഫായിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ഹജ്ജിന്റെ മനാസിക്കുകൾ, ഹജ്ജിന്റെ ചടങ്ങുകൾ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ അറഫായിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് ചോദിക്കുന്നുണ്ട്, അറഫ്ത യാ ഇബ്രാഹിം, അറഫ്ത യാ ഇബ്രാഹിം, ഇബ്രാഹിം നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നീ തിരിച്ചറിയുന്നുണ്ടല്ലോ, അറഫ്ത നീ അറിയുന്നുണ്ടല്ലോ, തിരിച്ചറിയുന്നുണ്ടല്ലോ. അതിൽ നിന്നാണ് അറഫ എന്ന പേര് ലഭിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് അല്ലാഹു പ്രത്യേക പാപമോചനം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. യൻസിലുല്ലാഹു തബാരക വ തആല, യൻസിലുല്ലാഹു തബാരക വ തആല, അല്ലാഹു തആല ഇറങ്ങി വരും മിനസ് സമാഇദ് ദുനിയ, അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ, എന്നിട്ട് ഭൂവാസികളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് മേനി പറയും. ഫയഖൂൽ, മലക്കുകളോട് അല്ലാഹു തആല പറയും. എന്താ പറയുന്നത്? ഉൻദുറു ഇലാ ഇബാദി ജാഊനി ശുഅസൻ ഖബറാ, എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കിൻ. അറഫ മൈതാനിയിൽ പാരാവാരം പോലെ മഹാസമുദ്രമായി പരന്നു കിടക്കുന്ന അടിമകളിലേക്ക് നോക്കാൻ പറയുകയാണ്. ആരോടാണ് പറയുന്നത്? മലക്കുകളോട്. ആരാണ് പറയുന്നത്? പടച്ചതമ്പുരാൻ. എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കിൻ. ജാഊനി ശുഅസൻ ഖബറാ, അവരെ മുടി ജട പിടിച്ച അവസ്ഥയിൽ, പൊടി പുരണ്ട അവസ്ഥയിൽ, സന്യസ്ത മനസ്സോടുകൂടിയാണ് വന്നിട്ടുള്ളത്. എല്ലാം ത്യജിച്ചുകൊണ്ട്, വീടും നാടും കുടുംബവും എല്ലാം ത്യജിച്ചുകൊണ്ട്, സമ്പൂർണമായ ത്യാഗത്തിന്റെ മനസ്സോടുകൂടി ഇതാ ഈ മൈതാനിയിൽ സമ്മേളിച്ചിരിക്കുന്നു. ദാഹീൻ, സമർപ്പിതരായി. ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂരമായ ദിക്കുകളിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അവർക്ക് മറ്റൊരു ഭൗതികമായിട്ടുള്ള പ്രതീക്ഷകളുമില്ല. യർജൂന റഹ്മതി വലം യറൂ അദാബി, അവരെന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. വലം യറൂ അദാബി, എന്റെ ശിക്ഷ അവർ കണ്ടിട്ടില്ല. എന്റെ ശിക്ഷ കണ്ടിട്ടല്ല വന്നത്, എന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ വന്നത്. ഫലൗ കാനത് ദുനൂബുഹും അദദുർ റംലി, അതുകൊണ്ട് അവരുടെ പാപങ്ങൾ മണൽ തരികൾ കണക്കേ ഉണ്ടെങ്കിലും, ഭൂമിയിലെ മണൽ തരികൾ കണക്കേ അവരുടെ പാപങ്ങൾ ഉണ്ടെങ്കിലും, ഔ അദദുൽ ഖുത്രി, അതല്ലെങ്കിൽ ഭൂമിയിലെ ജലാശയങ്ങളിലെ സമുദ്രങ്ങളിലും പുഴകളിലും നദികളിലും തോടുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലാശയങ്ങൾക്ക് സമാനമായി, ജലത്തുള്ളികൾക്ക് സമാനമായിട്ടുള്ള പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, അതല്ലെങ്കിൽ സമുദ്രത്തിലെ കുമിളകൾക്ക് സമാനം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, ജലത്തുള്ളികൾക്ക് സമാനം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, മണൽ തരികൾക്ക് സമാനം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, ആ പാപങ്ങൾ മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അറഫ മൈതാനിയിൽ സംഗമിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാൻ അവരുടെ തെറ്റുകൾ മുഴുവൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു പറയും. ആരോട്? അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് പറയും. അഫീലൂ ഇബാദി ഖദ് ഗഫർതു ലക്കും വലിമൻ ശഫഅതും, എന്റെ അടിമകളെ ഇനി നിങ്ങൾ ഒഴുകുക, ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് ഒഴുകുക. ഖദ് ഗഫർതു ലക്കും, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, വലിമൻ ശഫഅതും, നിങ്ങൾ ആർക്ക് വേണ്ടിയൊക്കെ എന്നോട് പ്രാർത്ഥിച്ചുവോ അവർക്കെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു നിരുപാധികമായി പറയുന്ന സന്ദർഭമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറഫ മൈതാനിയിൽ സമ്മേളിക്കുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറഫ വികാര നിർഭരമായ ദിനമാണ്. അറഫ ആത്മീയതയുടെ ആഘോഷ ദിനമാണ്. ആത്മീയതയെ ആഘോഷിക്കാൻ പറ്റുമോ? ആത്മീയതയെ ആഘോഷിക്കണമെങ്കിൽ അറഫയിൽ ചെല്ലണമെന്നാണ്. യൗമു അറഫ വ യൗമുൻ നഹ്രി വ അയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം. യൗമു അറഫ, അറഫ ദിനം, വ യൗമുൻ നഹ്രി, പെരുന്നാൾ ദിനം, വ അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളും. അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ തീറ്റയുടെയും കുടിയുടെയും മറ്റ് ഭൗതികമായ ആഘോഷങ്ങളുടെയും ദിനമാണ്. ബലിപെരുന്നാളിന്റെയും അയ്യാമു തശ്രീഖിന്റെയും ദിനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളമല്ല സഹോദരങ്ങളെ. പക്ഷേ അറഫാ ദിനം എന്ന് പറയുന്നത് അത് ഹാജിമാരുടെ ദിനമാണ്. അത് ഹാജിമാരുടെ പ്രത്യേക ദിനവും പൊതുവെ മുസ്ലിം ലോകത്തിന്റെ പൊതുവായുള്ള ദിനവുമാണ്. ആ അറഫാ ദിനത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഈദുനാ അഹ്ലൽ ഇസ്ലാം, ഈദുനാ അഹ്ലൽ ഇസ്ലാം. അത് നമ്മുടെ ആഘോഷമാണ് മുസ്ലിങ്ങളെ, നമ്മുടെ ആത്മീയതയുടെ ആഘോഷമാണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്തെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മഹാന്മാരായ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽ, അതല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ എന്നോളം വരെയുള്ള മനുഷ്യരുടെ കണ്ണീർ കണങ്ങൾ വീണ ഭൂമിയാണ് അറഫാ മൈതാനി എന്ന് പറയുന്നത്. അവിടെ വീണ കണ്ണീർ കണങ്ങൾ, പ്രവാചകന്മാരുടെ കണ്ണീരുകൾ വീണ ഭൂമിയാണത്.
ഏത് പ്രവാചകന്മാരുടെ? ആദം നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ എന്നോളം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും, അതിൽ മഹാന്മാരായ പ്രവാചകന്മാർ അവര് തുടങ്ങുന്നുണ്ട് ആ കണ്ണിയിൽ. അവിടെ നിന്ന് അങ്ങോട്ട് സാത്വികരായ മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണീർ ഒരു ഭൂമിയിൽ വീണിട്ടുണ്ട്. ആ പ്രദേശത്തിന് പറയുന്ന പേരാണ് അറഫ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ കണ്ണീർ കണങ്ങളുടെ സാഗരത്തിലേക്ക് നമ്മുടെ കണ്ണീര് കൂടി വീഴുന്നു എന്നുള്ളതാണ് അറഫ സംഗമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. മഹ്ശറിലെ മനുഷ്യന്റെ സംഗമത്തെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഗമം, ദുനിയാവിലെ ഏറ്റവും വലിയ സംഗമമാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. മഹ്ശറിലെ സംഗമത്തെ ഓർമ്മിപ്പിക്കുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സംഗമം എന്താ? മഹ്ശറിലെ സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യർ നൂൽബന്ധമില്ലാതെ സമ്മേളിക്കുന്ന ഇടമാണ്. മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും നഗ്നത കാണേണ്ടുന്ന സാഹചര്യം, നിർബന്ധിതാവസ്ഥയാണ്. അതാണ് മഹ്ശർ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രവാചകനോട് ചോദിക്കപ്പെട്ടത്, പ്രവാചകരെ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ലേ നഗ്നതകളിലേക്ക്? സ്ത്രീ പുരുഷന്മാർ പരസ്പരം നഗ്നതകളിലേക്ക് നോക്കില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെവിടെയാണ് സമയം? അതൊക്കെ ചിന്തിക്കാൻ, അത്തരം വികാരങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ എവിടെയാണ് സമയം? അത്രയ്ക്ക് ഭീകരമാണ് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. അതാണ് മഹ്ശർ. പൂർണ്ണ നഗ്നരായാണ് അവിടെ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ സഹോദരങ്ങളെ, അറഫാ മൈതാനിയിൽ മനുഷ്യന്റെ ആ അഹങ്കാരത്തിന്റെ ഉടയാടകൾ മുഴുവനും അവിടെ അഴിച്ചു വച്ചിരിക്കുന്നു എന്നല്ല, അവന്റെ ഭൂമിയിലെ വ്യതിരിക്തതയുടെ അടയാളങ്ങൾ മുഴുവൻ അടിച്ചു വച്ചിരിക്കുന്നു. മതപുരോഹിതന്മാർ അവരുടെ കിരീടങ്ങൾ, അവരുടെ തലപ്പാവുകൾ അഴിച്ചു വച്ചിരിക്കുന്നു, അവരുടെ തൊപ്പി അഴിച്ചു വച്ചിരിക്കുന്നു. രാജാക്കന്മാർ അവരുടെ കിരീടങ്ങൾ അഴിച്ചു വച്ചിരിക്കുന്നു. പോലീസുകാർ അവരുടെ യൂണിഫോം അഴിച്ചു വച്ചിരിക്കുന്നു. ഹാജിയാണോ അറഫാ മൈതാനിയിൽ എന്നല്ല, ഇഹ്റാം കെട്ടുന്നതോടുകൂടി അതൊക്കെ അഴിച്ചു വെക്കുകയാണ്. അറഫാ മൈതാനിയിൽ അതൊന്നും കാണുന്നില്ല. എല്ലാവരും ഇഹ്റാമിന്റെ വേഷത്തിൽ മാത്രം. പുരുഷന്മാർ അവർ തല പോലും മറച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ, എല്ലാവരും ഇഹ്റാമിന്റെ ഉടയാടകൾ ധരിച്ചിരിക്കുകയാണ്. ശരീരത്തിൽ ചില ഭാഗങ്ങൾ, പ്രധാന ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതാണല്ലോ അറഫാ മൈതാനിയിൽ സംഗമിക്കുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ ഹാജിമാരുടെ സവിശേഷത എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഒരേ യൂണിഫോമിൽ സംഗമിക്കുകയാണ്. ആ മൈതാനിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരേ യൂണിഫോമാണ്. ഈ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യരോട് അല്ലാഹു തആല പറയുന്നത്, നിങ്ങളെല്ലാവരും മനുഷ്യസാഗരത്തിലെ ആളുകൾ മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ചില ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടാകും, ഞാൻ ആരൊക്കെയോ ആണെന്ന്. പക്ഷെ നിങ്ങൾ ആരുമല്ല. നിങ്ങൾ ഈ മനുഷ്യസാഗരത്തിൽ ഒരാൾ മാത്രമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ഇബാദിൽ ഒരു അടിമ മാത്രമാണ്. അള്ളാഹുവിന്റെ ഇബാദിൽ ഒരു അബ്ദ് മാത്രമാണ്. അബ്ദും മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ ഒരു അടിമ മാത്രമാണ് നിങ്ങൾ. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വമുണ്ടെങ്കിൽ അത് തഖ്വയുടെ മഹത്വം മാത്രമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, മനുഷ്യരെ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവൻ മാത്രമാണ്. തഖ്വയുണ്ടോ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അത് മാണ്ടം എന്ന് പറയുന്നത് മഹ്ശറിനെ ഓർമ്മിപ്പിക്കുന്ന പിറകോട്ട് വലിയുകയാണ്. പക്ഷേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വാകൾക്ക് നാം ശീലി വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കും. അതാണ് ആ വിചാരണയുടെ ഏറ്റവും വലിയ സവിശേഷത. നമ്മൾ ചിന്തിക്കും, നമ്മുടെ വാക്ക് മാത്രമാണ്, നമ്മുടെ വായ്ക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള ശേഷിയുള്ളൂ എന്ന്. നമ്മുടെ വായ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹു സംസാരിപ്പിക്കുന്നത് കൊണ്ട്. വായ സംസാരിക്കുന്നില്ല. വായ കൊണ്ട് കളവ് പറയും ഈ മനുഷ്യൻ. കാരണം ഒരുപാട് വ്യാജങ്ങൾ പറഞ്ഞ, ഒരുപാട് പരദൂഷണവും ഏഷണിയും പറഞ്ഞ, ഒരുപാട് കളവും പരിഹാസവും നടത്തിയ വായാണ്.
ആ വായ ശീലി വെക്കുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയുകയാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. മഹ്ശറിന്റെ പ്രത്യേകതയാണ്. അതാണ് ആ വിചാരണ. ആ വിചാരണ എളുപ്പമാവും. എവിടെ? ആ വിചാരണ എളുപ്പമാവണമെങ്കിൽ നമ്മൾ അറഫ മൈതാനിയിൽ ഒരു തവണ സംഗമിച്ചാൽ ആ വിചാരണ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. എന്തുകൊണ്ട്? അറഫയിൽ വലിയ വിചാരണ നടക്കുന്നുണ്ട്. പക്ഷേ അത് അറഫയിൽ അവസാനിക്കേണ്ടുന്ന വിചാരണയല്ല. അറഫയിൽ നിന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ മുഴുക്കയും നടക്കേണ്ടുന്ന വിചാരണയാണ്. സ്വയം വിചാരണ ചെയ്യുകയാണ്. ഞാൻ എന്നെ സ്വയം വിചാരണ ചെയ്യുകയാണ്. ആ മൈതാനിയിലെ പാരാവാരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. റബ്ബിനോട് പശ്ചാത്താപം ഇരക്കുന്ന സമ്മേളന സംഗമമാണ് അറഫ മൈതാനി എന്ന് പറയുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ. റബ്ബ് തആല അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മുടെ ഹാജിമാർ അവർക്ക് വേണ്ടി, അവർ നമുക്ക് വേണ്ടി, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടി, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി, ആർക്കൊക്കെ വേണ്ടിയാണോ അവർ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകളെല്ലാം നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന ബഅദി, ഞാനും എൻ്റെ ശേഷമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന ഖബ്ലി, വഖൈറു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായ വചനം അനവന്നബിയ്യൂന ഖബലി, ഞാനും എനിക്ക് മുമ്പ് വന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം കൂടി അവർ അറഫാ മൈതാനിയിൽ സംഗമിക്കുമ്പോൾ പറയുന്നുണ്ട്. ഏതാണ് ആ വചനം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തൗഹീദിന്റെ വചനം അവരെങ്ങനെ നിരന്തരമായിട്ട് ഉരുവിട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഹാജിമാരുടെ ചടങ്ങുകളോടുള്ള ഐക്യദാർഢ്യ പ്രകടനം, അറഫാ മൈതാനിയിൽ സംഗമിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യം, അതിന്റെ ഭാഗമായിട്ട് വിശ്വാസികൾ നോമ്പെടുക്കുക. അറഫാ നോമ്പ് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയൂ സഹോദരങ്ങളെ. ഐച്ഛികമായ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക, അറഫാ നോമ്പെടുക്കുക. എന്താ അറഫാ നോമ്പിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഹാജിമാരോടുള്ള ആ സ്നേഹത്തിന്റെയും അവരവിടെ ചെയ്യുന്ന മനാസിക്കുകളോടുള്ള അവരെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന തൗഹീദിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്ന വിശ്വാസികളുടെ എല്ലാവരും നിർവഹിക്കപ്പെടുന്ന നോമ്പ് ഐച്ഛികമാണ്, സുന്നത്തായ നോമ്പാണ്. ആ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ അസ്സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു. അറഫാ ദിനത്തിലെ നോമ്പ് അല്ലാഹു തആല ഒരു വർഷത്തെ, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും അതിലൂടെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. ഇതാണ് അറഫാ നോമ്പിന്റെ പ്രത്യേകത. മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും അല്ലാഹു തആല അറഫാ നോമ്പിലൂടെ മായ്ച്ചു കളയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറഫാ നോമ്പെടുക്കാൻ സാധ്യമാവുന്ന എല്ലാവരും മുന്നോട്ട് വരണം. ഏതാനും വർഷങ്ങളായി സംഭവിക്കുന്നത് പോലെ മാസപ്പിറവി വ്യത്യസ്തമായി വന്നാൽ അറഫാ നോമ്പ് എന്നാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാണ് അറഫാ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? നാളെയാണ് സഹോദരന്മാർ അറഫായിൽ നിൽക്കുന്നത്, ഹാജിമാർ അറഫായിൽ നിൽക്കുന്നത്. നമ്മൾ എന്നാണ് അറഫാ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? നമ്മുടെ ദുൽഹജ്ജ് 9 എന്ന് പറയുന്ന മറ്റന്നാളാണ്. എന്ന് അറഫാ നോമ്പ് അനുഷ്ഠിക്കണം. 2 കാഴ്ചപ്പാടാണ് മുസ്ലിം ലോകത്തുള്ളത്. 2 കാഴ്ചപ്പാടിനെയും ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതിലേറ്റവും ഉചിതമെന്ന് നമ്മുടെ മനസാക്ഷിക്ക് ബോധ്യമായ ഒന്നിനെ തെരഞ്ഞെടുക്കുക. ഒന്ന്, അറഫായിൽ നിൽക്കുന്ന ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നോമ്പാകയാൽ നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 ഏത് തന്നെയാണെങ്കിലും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം നോക്കി അന്ന് നോമ്പെടുക്കുക. അതാണ് ഒരഭിപ്രായം. ആ അഭിപ്രായത്തിൽ യുക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഒരു യുക്തിയുണ്ട്, അതിനും ഒരു ലോജിക്കുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അറഫയിൽ നിൽക്കുന്നവരോടുള്ള ഐക്യദാർഢ്യമാകയാൽ
അവർ അറഫയിൽ നിൽക്കുന്ന സമയം നോക്കി, ദിവസം നോക്കി നോമ്പെടുക്കുക. പക്ഷെ അതൊരു അഭിപ്രായം മാത്രമാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഓരോ നാട്ടിലെയും മാസപ്പിറവി പരിഗണിച്ചുകൊണ്ട് അവിടത്തെ ദുൽഹജ്ജ് 9 നോമ്പനുഷ്ഠിക്കുക. ലോകത്തെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ കർമ്മശാസ്ത്ര സരണികളിൽപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് ഈ കാഴ്ചപ്പാടിനെ പിന്തുണക്കുന്നവരിൽ. ഓരോ നാട്ടിലെയും ദുൽഹജ്ജ് 9 എന്നായിട്ടാണോ അവിടെ പരിഗണിച്ചിട്ടുള്ളത്, ആ ദുൽഹജ്ജ് 9 നോക്കി നോമ്പ് അനുഷ്ഠിക്കുക. ഓരോ പ്രദേശത്തെയും ഉദയാസ്തമനങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്ന കാലത്തോളം എല്ലാവരും ഒരേ ദിവസം തന്നെ നോമ്പെടുക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് ഈ വാദം മുന്നോട്ട് വെക്കുന്നവർ പറയുന്ന അഭിപ്രായം. രണ്ടഭിപ്രായക്കാർക്കും അവരുടേതായ തെളിവുകൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിക്കുക എന്ന് പറയുകയല്ലാതെ എന്ന അഭിപ്രായം മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ക്ഷണിക്കുന്നതിൽ പ്രത്യേകമായിട്ട് അർത്ഥമില്ല എന്നുള്ളതാണ്. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം നോമ്പെടുക്കുന്നവർ ഹാജിമാരോടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ നോമ്പെടുക്കട്ടെ. ഇനി ദുൽഹജ്ജ് 9 നോമ്പെടുക്കുന്നവർ അങ്ങനെയും ചെയ്യട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 ദിവസവും നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ്. ദുൽഹജ്ജ് 9 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. ദുൽഹിജ്ജ 9 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 ഒരാൾ നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ അതും നോമ്പ് തന്നെയാണ്, ഐച്ഛിക നോമ്പുകളുടെ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുക. ഇനി ഒരാൾ 8-നും 9-നും കുറച്ച് സൂക്ഷ്മത സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി 8-നും 9-നും നോമ്പെടുക്കാൻ തീരുമാനിച്ചാൽ അതേറ്റവും ഉചിതമായിട്ടുള്ള വീക്ഷണം എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. കാരണം അൽ ഖുറൂജു മിനൽ ഖിലാഫി ഔലാ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഒരു തത്വം അതാണ്. അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ട് അറഫ നോമ്പ് ഏത് ദിവസത്തിൽ വന്നാലും അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. 8-ന് വന്നാലും ലഭിക്കും, 9-ന് വന്നാലും ലഭിക്കും. ആ ഒരു പ്രതീക്ഷയാൽ 8-നും 9-നും നോമ്പെടുക്കാൻ ഒരാൾ തീരുമാനിച്ചാലും അതും ഏറ്റവും ഉചിതമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഇനി ഒരാൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ പോലും അതൊരു സുന്നത്ത് നോമ്പ്, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒരു സുന്നത്ത് നോമ്പ് ഒഴിവാക്കി എന്നതിനപ്പുറം അയാൾ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പേരിലൊക്കെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിലും മറ്റും തർക്കിക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല എന്നാ പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ ധാരാളം സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക, കഴിയും പോലെ നമുക്കാവും വിധം വിവിധങ്ങളായിട്ടുള്ള സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. എന്താണ് വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന, ഹജ്ജിൽ തർക്കമില്ല, ഹജ്ജ് കാലത്തും അത് പാടില്ല. അത് അറഫ നോമ്പിന്റെ പേരിലാണെങ്കിലും നമ്മുടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ആരാധനകൾ വന്നു കഴിഞ്ഞാലും അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവിധ കാര്യങ്ങളിൽ ഉണ്ടാവും. റമദാൻ വന്നു കഴിഞ്ഞാൽ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണമാവും. ഇനി അറഫ നോമ്പ് വന്നു കഴിഞ്ഞാൽ അത് 8-നാണോ 9-നാണോ, അത് അവിടെ നിൽക്കുമ്പോഴാണോ അതോ 9-നാണോ, ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ പ്രമാണങ്ങളുടെ വെച്ച് കൊണ്ടുള്ള മനനത്തിന് ഏതിനാണോ മുൻഗണന നൽകാൻ തോന്നുന്നത് അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക എന്നതിനപ്പുറത്ത് ആവശ്യമില്ലാത്ത കുതർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം കുതർക്കങ്ങൾ ഒരിക്കലും തന്നെ ആരാധനകളുടെ പേരിൽ ആവശ്യമായ അറിവുകൾ അന്വേഷിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അത് ഖുർആനും സുന്നത്തും ഒക്കെ നമുക്ക് പരതി നോക്കാം. പക്ഷേ അതിനപ്പുറത്ത് എന്റെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ധാരാളം ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറണേ. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗം, അതാണ് സജ്ജനങ്ങളായ ദൈവഭക്തരായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിലേക്കുള്ള മുന്നേറ്റം, ആ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള 10 ദിനങ്ങൾ സഹോദരങ്ങളെ. റമദാൻ രാത്രി കൊണ്ട് ഏറ്റവും പ്രധാനമർഹിക്കുന്ന നമ്മൾ പറഞ്ഞു. റമദാന്റെ അവസാനത്തെ 10 ദിനങ്ങളാണെങ്കിൽ പകലുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള 10 ദിനങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. അത് പാഴാക്കാതിരിക്കാനുള്ള സൂക്ഷ്മതയാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്.
ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇലാഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിസമ്പന്നനായ ഒരാളോട് ഒരു ദാനിക്ക് ചോദിച്ചാൽ, ഒരു ദാനിക്കെന്ന് പറഞ്ഞാൽ ഒരു ദിർഹമിന്റെ 1/6 അയാൾക്കത് കൊടുക്കാൻ, ഒരു സമ്പന്നന് ദിർഹമിന്റെ 1/6 കൊടുക്കാൻ, ഒരു ദിർഹമിന്റെ 1/6 കൊടുക്കാൻ വല്ല മടിയുണ്ടാവുമോ? ഒരു മടിയുണ്ടാവില്ല. എങ്കിൽ പടച്ചതമ്പുരാൻ അറഫാ മൈതാനിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹിന്റെ അടിമ എന്തെങ്കിലും ചോദിച്ചാൽ, ഒരു ധനികനായ മനുഷ്യന് ദിർഹമിന്റെ 1/6 കൊടുക്കാൻ മടിയില്ലാത്തതുപോലെ, ഒട്ടും മടിയില്ലാത്ത അവസ്ഥയായിരിക്കും. അള്ളാഹു അവർ ചോദിക്കുന്നത് മുഴുവനും കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജ് വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. അല്ലാഹുവേ, ഹാജിക്ക് നീ പുറത്തു കൊടുക്കണമേ. ഹാജി ആർക്ക് വേണ്ടിയാണോ പാപമോചനം നടത്തുന്നത് അവർക്ക് പുറത്തു കൊടുക്കണമേ. അറഫാ മൈതാനിയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം, അറഫാ പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ ബിലാൽ അൻഷുത് ലി അന്നാസ്. ബിലാലേ, ജനങ്ങളോട് നിശബ്ദരായിരിക്കാൻ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസിതു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിങ്ങൾ നിശബ്ദരായിരിക്കൂ. പ്രവാചകന്റെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജിൽ വെച്ചുകൊണ്ട്, അറഫാ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യാ മഅ്ശറൻ നാസ്, ജനസമൂഹമേ, അതാനി ജിബ്രീലു ആനിഫാ. ജിബ്രീൽ ഇപ്പോൾ എനിക്ക് സന്തോഷ വാർത്തയുമായിട്ട് വന്നിരിക്കുന്നു. ഫഅഖറനി മിർ റബ്ബിസ്സലാം, എന്റെ രക്ഷിതാവിൽ നിന്നുള്ള സലാമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സലാം. വഖാല ഇന്നല്ലാഹ അസ്സ വജല്ല ഗഫറ ലി അഹ്ലി അറഫാത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു തആല അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും നിശ്ചയം അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഹ്ലിൽ മശ്അർ, മുസ്ദലിഫയിൽ നിൽക്കുന്ന ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു. ഫഖാമ ഉമർ ഇബ്നുൽ ഖത്താബ്, നിരുപാധികമായിട്ട് റസൂലുള്ളാഹി പറയാൻ, അറഫയിലും മുസ്ദലിഫയിലും നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഹാദാ ലനാ ഖാസ്സ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായുള്ള ഔദാര്യമാണോ ഇത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ലക്കും വലിമൻ തബഅദക്കും, ഇത് നിങ്ങൾക്കുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ശേഷമുള്ള ആളുകൾക്കും അല്ലാഹു എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. യൗമൽ ഖിയാമ വലിമൻ തബഅദക്കും യൗമൽ ഖിയാമ, അന്ത്യദിനം വരേക്ക് ഈ മൈതാനിയിലേക്ക്, ഈ അറഫാ മൈതാനിയിലേക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി പ്രസംഗം തുടങ്ങിയത്. സഹോദരങ്ങളെ, അവിടുന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്, മനുഷ്യരെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും, നിശ്ചയം നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് പവിത്രമാണ്. കഹുറമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിലെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിലെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, ഈ ദുൽഹജ്ജ് മാസത്തിന്റെ, ഈ മക്കാ നാടിന്റെ, ഈ അറഫാ മൈതാനിയുടെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്ക് പവിത്രമാണ്. ലോകത്ത് തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം. സഹോദരങ്ങളെ, ലോക മനുഷ്യാവകാശ സംഘങ്ങളൊക്കെ, ലോകത്തെ UN അടക്കമുള്ള വേദികൾ മനുഷ്യാവകാശം പറയുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ രക്തവും അഭിമാനവും സമ്പത്തും പവിത്രമാണ്. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മണിപ്പൂരിലും ഫലസ്തീനിലുമെല്ലാം മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് ഇരയായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും അധികം വേദനിക്കേണ്ടത് വിശ്വാസികളുടെ മനസ്സാണ്. കാരണം ലോകത്തെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവാചകനോളം ശബ്ദിച്ച ഒരു മനുഷ്യ ശബ്ദം ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, മനുഷ്യാവകാശങ്ങളെ കുറിച്ചും കടപ്പാടുകളെ കുറിച്ചുമെല്ലാം അവരെ ഓർമ്മിപ്പിച്ചതിന് ശേഷം അവരോട് പറയാണ്, നിങ്ങൾ നിശബ്ദരായിരിക്കാൻ പാടില്ല. ഈ ഹജ്ജ് കർമ്മം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തേക്ക് ഒഴുകേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ മാത്രം ഒതുങ്ങേണ്ടുന്നവരല്ല. നിങ്ങൾ ഈ അറേബ്യയുടെ മണ്ണിൽ, നിങ്ങൾ ഈ മക്കയുടെ മണ്ണിൽ മാത്രം നിലനിൽക്കേണ്ടുന്നവരല്ല. ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം ഈ മനുഷ്യാവകാശങ്ങളുടെ സന്ദേശം. മനുഷ്യന്റെ രക്തവും അഭിമാനവും സമ്പത്തും പവിത്രമാണെന്നുള്ള സന്ദേശം, ഈ തൗഹീദിന്റെ പ്രഖ്യാപനം ലോകത്തിന്റെ മുഖമൂലകളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഹജ്ജ് കർമ്മം
നിർവഹിച്ചതിന് ശേഷം ഈ സ്വഹാബി വര്യന്മാർ അറഫ മൈതാനിയിൽ അവരുടെ ഒട്ടകം, ആ ഒട്ടകത്തിന്റെ മൂക്കയറി എങ്ങോട്ടാണോ തിരിഞ്ഞിരുന്നത് അങ്ങോട്ട് പ്രയാണം നടത്തി എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹം നിസ്സംഗരായി, നിശബ്ദരായി, നിഷ്ക്രിയരായി അവരുടേതായിട്ടുള്ള തലങ്ങളിൽ പരിമിതപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടുന്നവരല്ല. ലോകത്ത് നന്മ സ്ഥാപിക്കുവാനും തിന്മ ഉച്ചാടനം ചെയ്യാനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും ശിർക്ക് വിഭാടനം ചെയ്യുന്നതിനും വേണ്ടി ലോകത്ത് പ്രവഹിക്കേണ്ടുന്ന വലിയ ദൗത്യമുള്ളവരാണെന്നുള്ള വലിയ സന്ദേശം കൂടി പ്രദാനം ചെയ്യുന്നതാണ് അറഫ എന്ന് പറയുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ. സ്വയം നന്നാവുക മാത്രമല്ല, സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കി ദീനിന്റെ ദഅവത്തും തബ്ലീഗുമായിട്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുവൈത്തിലെ നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിട്ടുള്ളത്. വലിയ തീപിടുത്തത്തിനിരയായി മലയാളികളടക്കമുള്ള ധാരാളം സഹോദരങ്ങൾ മരണപ്പെട്ടു. അല്ലാഹു തആല അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണമായ പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗ്ഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകമുക്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് രണ്ട് അറിയിപ്പ് കൂടി നൽകാനുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ വർഷവും പറയുന്നതാണ് സഹോദരങ്ങളെ, പക്ഷേ എല്ലാ ആഴ്ചയും നമ്മുടെ മുമ്പിൽ കൂടുന്നത് ഒരേ ആളുകളല്ലാത്തത് കൊണ്ട് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. മൈതാനിയിൽ വെച്ച് ഈദ് നമസ്കരിക്കുക എന്നതാണ് പ്രവാചക ചര്യ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ് നിർവഹിച്ചത്. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഏതാനും ചില വൃദ്ധന്മാരും അതുപോലെ തന്നെ രോഗികളുമൊക്കെയായ ആളുകൾ, അന്ധർ ആയിട്ടുള്ള ആളുകൾ, കണ്ണു കാണാത്ത ആളുകളൊക്കെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നൊരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ പള്ളിയിൽ അന്ധരും അതുപോലെ തന്നെ വൃദ്ധജനങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് നമുക്കത് നിർവഹിച്ചുകൂടെ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ പ്രവാചകന്റെ ചര്യയാണ് ഞാൻ പിന്തുടരുക. എനിക്ക് മുമ്പ് പോയ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയാണ് ഞാൻ പിന്തുടരുക. അവരുടെ ചര്യ അത് മൈതാനിയിൽ, അത് മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് പുനരുജ്ജീവനം നൽകുക എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈദ്ഗാഹ്, ഈദ് മുസല്ല സജ്ജീകരിക്കുന്നത്. ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ ഈ വർഷവും ഈദ് മുസല്ല നമ്മൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. മഴയില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെയായിരിക്കും ഈദ് നമസ്കാരം നിർവഹിക്കപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈദ്ഗാഹിന് വേണ്ടിയുള്ള നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ഉദാരമായി ഇന്നത്തെ കളക്ഷനിൽ എല്ലാവരും സംഭാവന അർപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ഈദ്ഗാഹിനെ നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല പിന്തുണയ്ക്കേണ്ടത്, സാമ്പത്തികമായിട്ട് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തെ പിന്തുണയ്ക്കുക എന്ന അർത്ഥത്തിൽ ഈദ്ഗാഹിലേക്കുള്ള സംഭാവന വളരെ ഉദാരമായിട്ട് തന്നെ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. റബ്ബ് തആല നമ്മിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ. എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ
നമ്മുടെ ദാനധർമ്മങ്ങൾ, സംഭാവനകൾ നമ്മൾ അർപ്പിക്കുന്നത്. അല്ലാഹു തആല ആ ഉദ്ദേശങ്ങളെ മുഴുവൻ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, 7:30 കൃത്യം 7:30 രാവിലെ നമ്മുടെ ഈദ് നമസ്കാരം, ഈദ് ദിവസം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 17-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ 7:30 രാവിലെ നമ്മുടെ ഈദ് നമസ്കാരം ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈദ് നമസ്കാരത്തിലും എല്ലാ ആളുകളും അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതാണെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതുപോലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഉളുഹിയ്യ ഷെയർ കൂടാനുള്ള അവസാനത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇന്ന് 5 മണിയോടുകൂടി ഷെയർ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. പാളയം ജുമാ മസ്ജിദ് കമ്മിറ്റി പരിപാലന സമിതി ഇന്ന് 5 മണിയോടുകൂടി ഷെയർ വിഹിതം സ്വീകരിക്കുന്ന നമ്മുടെ സംവിധാനം തൽക്കാലമായിട്ട് ക്ലോസ് ചെയ്യുകയാണ്. പിന്നീട് ആളുകൾക്ക് ഈ വിഷയത്തിലേക്ക് സംഭാവന അർപ്പിക്കുവാൻ, ഷെയർ നൽകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഷെയർ നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ 5 മണിക്ക് മുന്നോടിയായി തന്നെ അവരുടെ ഷെയർ വിഹിതം നൽകണം എന്നുകൂടി പ്രത്യേകമായിട്ട് ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സദുദ്യമങ്ങളെയും, നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും, നമ്മുടെ എല്ലാ സ്വതക്കകളെയും, നമ്മുടെ എല്ലാ സംഭാവനകളെയും നമ്മുടെ നീയത്തനുസരിച്ച്, നമ്മുടെ ഉദ്ദേശമനുസരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇവർക്കെല്ലാം തന്നെ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവരുടെയും നമ്മുടെയും ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നേൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു മണിപ്പൂരിലെ നമ്മുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ദുർബല ജനവിഭാഗങ്ങളെയും, മർദ്ദിത ജനകോടികളെയും പടച്ച തമ്പുരാൻ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു തആല ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ, സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിൽ റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, അല്ലാഹു തആല നമ്മുടെ മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായ സ്വർഗീയമായ സംഗമം നൽകി, ഫിർദൗസി സംഗമം നൽകി റബ്ബ് തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹുവേ നീ ആരോഗ്യം കൊണ്ട്, ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹുവേ അവർക്ക് സമ്പൂർണ്ണമായ പാപമോചനം നൽകി നാഥ അവരെ നീ അനുഗ്രഹിക്കണമേ റബ്ബ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബ്. അപകട മരണങ്ങളിലും, പെട്ടെന്നുള്ള മരണങ്ങളിലും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബ്. കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും പിരടികളെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിവാഹപ്രായമായിട്ടും വിവാഹം സാധ്യമാവാത്ത പെൺകുടിമാർ, അല്ലാഹുവേ യുവാക്കൾ, പടച്ച തമ്പുരാനെ അനുയോജ്യരായ ഭാര്യാഭർത്താക്കന്മാരെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ യുവാക്കൾക്ക്, യുവതികൾക്ക് പടച്ച തമ്പുരാനെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബ്. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.